ഇപ്പോൾ പലരും പറഞ്ഞു മനോരമ എന്ന് പറയുന്നൊരു പത്രം കേരളത്തിലെ ഏറ്റവും ലീഡിങ് പത്രം മുന്നിൽ നിൽക്കുന്നൊരു മാധ്യമമാണ്. എല്ലാ രീതിയിലും അവരുമായിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബലം എന്ന് പറയുന്നത് സാധാരണക്കാരനാണ്. ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് മാത്രമാണ്, സാധാരണക്കാരന് വേണ്ടിയിട്ടും കൂടിയാണ് എനിക്കും എന്നെപ്പോലെ ഉള്ള മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, സൊസൈറ്റി എൻ്റെ കൂടെ ഉണ്ടാവും, സമൂഹം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ ഇത് ഈ പറയുന്നത് എന്നെ കേൾക്കാൻ വരും എന്നും പ്രതീക്ഷിക്കുന്നു. ഇല്ല, മണികണ്ഠ അവിടെ ഏറ്റവും പ്രധാന മണികണ്ഠ ഇപ്പോൾ പറഞ്ഞു, മണികണ്ഠനെ പോലെയുള്ള ആളെ ആ ഒരു ഏതാണ് ആ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും മനോരമയിലൊരു സാധനം ചെയ്യുമ്പോൾ അത് പ്രൂഫ് ചെയ്യാൻ ഒരാളുണ്ടാവും. പടം വെച്ചു അത് നോക്കും, എന്നിട്ടാണ് പ്രിൻറ്റിങ്ങിൽ, ആ പ്രിൻറ്റിങ്ങിൽ പോകുമ്പോൾ അവിടെ നോക്കണം. 2 or 3 ഘട്ടം കഴിഞ്ഞിട്ടാണ് പ്രിൻറ്റിലേക്ക് പോകുള്ളൂ. അവരൊന്നും മണികണ്ഠനെ അറിയില്ലേ? അതാണ് എനിക്ക് എന്താ പറയുക, ആ ഫോട്ടോ മാമാങ്കം സിനിമയുടെ ഒരു പ്രോഗ്രാം ഇവിടെ കുണ്ടന്നൂർ വെച്ച് നടന്നിരുന്നു. അപ്പോൾ മനോരമ കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പോയിട്ടുള്ള ഫോട്ടോയാണ്, പഴയ ഫോട്ടോയാണ്, ഫോട്ടോ അടിച്ചിട്ടുള്ള. അത് ആ വാർത്തയ്ക്ക് പറ്റുന്ന ലുക്ക് അതാണ്. ഞാനതിൽ തുറമുഖത്തിന് വേണ്ടിയിട്ടോ ഏതൊരു പടത്തിന് വേണ്ടിയിട്ട്, തുറമുഖമാണോ ഏതോ ഒരു പടം, അല്ല ഇത് സോളമന്റെ തേനീച്ചകൾ, അതിലെ ലുക്കിലെ ഫോട്ടോ പരിപാടിക്ക് വന്നപ്പോൾ ആ ലുക്കിലാണ് വന്നത്. ആ ഫോട്ടോ വെച്ചാണ് ഇവരടിച്ചത് അല്ലേ? അതെ. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാം, മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ അല്ലേ, നടനാണ്, ഒത്തിരി സിനിമയിൽ അഭിനയിച്ചു, തമിഴ് ഉൾപ്പെടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അഭിനയിക്കാൻ പോകുന്നു, അത്രയും ഒരു ആക്ടർ. ഇവിടെ ഒരു മണികണ്ഠൻ ഒരു സാധാരണ ആളായിട്ടാണ് ഇവർ കാണുന്നത്. ആക്ടർമാർ പല രീതിക്ക് ഇവർ വലിപ്പ ചെറുപ്പം കാണുന്നുണ്ട്. ഇത് മറ്റൊരാൾക്ക്, മണികണ്ഠൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, മറ്റൊരാൾക്കാ സംഭവിച്ചെങ്കിൽ ഇവർ ഈ തിരുത്തായിരിക്കും തിരുത്തുന്നത്. ചിന്തിച്ചു ചോദിക്കാം നമ്മൾ. ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ വീട്ടിൽ ചെല്ലും, നമുക്കതൊന്നും വേണ്ട. ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ വേറെ 3-ാമനെയും കൂട്ടി വീട്ടിൽ ചെല്ലും പ്രശ്നം തീർക്കാൻ. കേരളത്തിലെ മന്ത്രിമാരുടെ കൂടെ പോവും പ്രശ്നം തീർക്കാൻ, ഇല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളൂ. മണികണ്ഠന് ഒരു വില കൽപ്പിക്കുന്നില്ല അവർ. മണികണ്ഠനെന്നല്ല, മണികണ്ഠനായിട്ട് കണ്ട സമൂഹത്തിലെ ഒരു വ്യക്തിയായിട്ടാണ്, വ്യക്തികളെ അത് അവിടെ വലിപ്പ ചെറുപ്പം ഇവർ കാണുന്നു. അല്ല, അതാണ് അതിനകത്ത് പോയിന്റ് അല്ലേ? അതായത് ആ വ്യക്തിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് വില കൊടുക്കുന്നത്. അയാളുടെ സാമ്പത്തികം, അയാളുടെ സാമുദായികം, അയാളുടെ മറ്റ് പിടുത്തങ്ങൾ, ജാതി എല്ലാം വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും തുല്യമായൊരു നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അതിൽ കൂടുതൽ എന്താ പറയുക, നമുക്ക് ഇത്രയേ ഉള്ളൂ, ആരും ഉപദ്രവിക്കാതിരിക്കുക, ആരും എത്ര ഇതിപ്പോൾ എനിക്ക് ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ലല്ലോ. അല്ല, ഈ പത്രത്തിന് തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ചരിത്രമുണ്ടല്ലോ. യാദൃശ്യമായിട്ട് സംഭവിക്കും ഒരു പിഴവ്, നമ്മൾ പക്ഷെ ആ പിഴവ് കണ്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് പോലും ആ തിരുത്ത് നമ്മൾ പറയുന്ന രീതിക്ക് ഇപ്പോൾ എൻ്റെ വായന്ന് ഒരു അബദ്ധം വീണാൽ എൻ്റെ അബദ്ധമാണത്, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെറുതാവുന്നില്ല, അവിടെ വലുതാവുകയേ ഉള്ളൂ. അത് തിരുത്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് തിരുത്തുന്നത് അതിന് കുറച്ച് ദൈവികതയും കൂടി വേണം. തിരുത്തണ എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവണമെങ്കിൽ കുറച്ച് അപ്പോൾ അത് ഇല്ല അവർക്ക്. അല്ലേ, പ്രൊജക്റ്റുകൾ നഷ്ടപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ തമിഴ് പടത്തിൽ നിന്നാണ് വിളിച്ച് അവിടുത്തെ അല്ലേ പ്രൊഡക്ഷൻ കൺട്രോൾ, അവരെന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും. ഞാൻ തന്നെയാണോ ഈ അറസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കയ്യിലില്ലല്ലോ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കൂടെ അസിസ്റ്റൻറ്റോ മാനേജറോ ആരും ഇല്ല. ഞാൻ പറഞ്ഞ ഒരു ആഷിക്കായിരുന്നു നേരത്തെ. ഇപ്പോൾ അവൻ വേറെ ഇൻഡിപെൻഡൻ്റായിട്ട് ഡയറക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരാളെ വെച്ചിട്ടുമില്ല. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ എന്നെ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് കാരണം അവർ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുക. ഞാൻ എൻ്റെ ശബ്ദമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ്, മലപ്പുറംകാരനാണ്, ഇപ്പോൾ ഗൾഫിലാണ്. പുള്ളി അത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ. അല്ല, ഇതിൽ വരുന്ന നഷ്ടം വലുതാണ്. മണികണ്ഠ ഭാവിയിലുണ്ടായ നഷ്ടം
ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഇപ്പോഴും ഓർത്തു, ഒരു പെണ്ണ് കേസായിരുന്നെങ്കിൽ. അല്ല, അതെൻ്റെ ഭാര്യയെ ഞാൻ തിരുത്തി വരുമ്പോൾ തന്നെ എത്ര നാളിടിക്കും. അത് പെട്ടെന്ന് പ്രതിയാവും ആ കേസിലാണ്. പിന്നില്ലേ, പിന്നീട് ഒന്നാമത് സിനിമാക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഇതിനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വിഷയങ്ങൾ ഹേമ കമ്മിറ്റി വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് അടുത്ത തട്ടിപ്പ് കേസാവുന്നത്, അതെ, സാമ്പത്തിക തട്ടിപ്പിലെ പ്രതിയായി മാറുന്നത്, മനസ്സറിയാത്ത സംഭവത്തിൽ. ഇതിൽ സപ്പോർട്ട് പല മേഖലയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. താരസംഘടന അമ്മയെ അറിയിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഇപ്പം ഞാൻ ചെയ്ത വഴി തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഞാൻ അമ്മയെ ഒരിക്കലും സംഘടനയെ ഒരിക്കലും തള്ളിപ്പറയുകയോ കുറ്റം പറയുകയോ ഇല്ല. കാരണം അമ്മ ഇന്ന് നേരിടുന്ന ഒരു അവസ്ഥയിൽ പുറത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാനോ പറ്റിയ അവസ്ഥയിലല്ല. പല പ്രശ്നങ്ങളിൽ നിന്നും എന്താ പറയുക, പല ആരോപണങ്ങളിൽ നിന്നും ഒന്ന് പൊങ്ങി വരാനായിട്ടുള്ളൊരു സമയമെടുക്കുകയാണ്. അല്ലെങ്കിൽ അതൊക്കെ തിരുത്താനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ശരിയാണോ തെറ്റാണോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അവർ വന്നില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു പരാതി എനിക്കില്ല. കേട്ടിട്ടുണ്ട്, എനിക്ക് സപ്പോർട്ടുണ്ട്. ആ രീതിയിൽ. അല്ല, ഞാനും വിളിച്ചപ്പോൾ മണികണ്ഠൻ്റെ കൂടെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതെ, ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. മണികണ്ഠൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ മണികണ്ഠൻ പറഞ്ഞ പോലത്തെ ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ടാണ്. നിയമപരമായി തന്നെ പോകുന്ന ഈ രീതിയിൽ അവർ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിയമപരമായി തന്നെ പോവുക, അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ജനം തന്നെയാണ്. ഓരോരുത്തരും അതിൻ്റെ ഇപ്പോൾ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നോക്കിയാൽ അറിയാം എത്രത്തോളം ഈ സ്ഥാപനത്തിനോട് വെറുപ്പും വിദ്വേഷമുണ്ടെന്ന്. എനിക്ക് ചിലപ്പോൾ ചില കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ദൈവം ഇങ്ങനെ വേണ്ടായിരുന്നു. പക്ഷെ അത്രമാത്രമാണ് പറയുന്നത്. അത് അവരുടെ വികാരമാണത്. അത്രമാത്രം നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇപ്പോഴാണ് ഞാനും അറിയുന്നത്. നമ്മളിതിനെയൊന്നും ചകയാൻ പോയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, നിയമ പോരാട്ടത്തിൽ തന്നെ ഒരുങ്ങി. അതെ, അത് തീർച്ചയായിട്ടും വരെ പോരാടും. ഇവിടെയൊക്കെ സാമ്പത്തിക ചെലവുണ്ട്. മണിയുണ്ട്, സാമ്പത്തിക ചെലവുണ്ട്. അത് നോക്കണം. എന്തായാലും അത് വഴിയെ കാണാം. അല്ല, എനിക്ക് മണികണ്ഠനെ അറിയാം. അതെ, സാമ്പത്തികവും അറിയാം. മണികണ്ഠനെ അടുത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ മണികണ്ഠന് ഇത് വരുമ്പോൾ ജനം ഉണ്ടാവും, മണികണ്ഠാവും കൂടെ. തീർച്ചയായിട്ടും. എന്തായാലും ഞാനിത് എൻ്റെ സ്വത്തിനെയോ ജീവനെയോ ഭയന്നിട്ട് ഇതിൽ നിന്ന് വെറുതെ പിന്മാറില്ല. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് മാറില്ല. അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ തിരുത്ത് വന്നാൽ അവസാനിപ്പിക്കും. എനിക്ക് ആ തിരുത്ത് മാത്രമാണ് വിഷയം. മണികണ്ഠൻ ആവശ്യപ്പെട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.